നമസ്കാരം. കേരളത്തിലെ കലാപ ചരിത്രത്തിൽ RSS ആദ്യമായി ഒരു കലാപത്തിന് കോപ്പുകൂട്ടിയത് തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലെ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പിണറായി പാറപ്പുറം പള്ളി ആക്രമിക്കാൻ വേണ്ടി RSS തീരുമാനിക്കുകയും ആ RSS തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ച ഒരു പാരമ്പര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാരമ്പര്യം. അന്ന് അവിടെ കലാപത്തിനെതിരായി എല്ലാ മതവിഭാഗം ആളുകളെയും ഉത്ബോധിപ്പിക്കുകയും അവരെ അണിനിരത്തുകയും ചെയ്തുകൊണ്ട് RSSന്റെ ഈ തന്ത്രങ്ങളെ, ഈ വർഗീയ കലാപ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച ആ ധീരനായ നേതാവിനുള്ള അംഗീകാരമാണ് ആ പള്ളി കമ്മിറ്റി പിണറായി എന്ന കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. അതിന്റെ വാർത്ത നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. തലശ്ശേരി കലാപകാലത്തെ സംഘപരിവാർ ആക്രമണത്തിൽ നിന്നും പാറപ്പുറം ജുമാ മസ്ജിദിനെ സംരക്ഷിക്കാൻ നേതൃത്വം നൽകിയ പിണറായി വിജയനെ ആദരിച്ച് മഹല്ല് കമ്മിറ്റി ധർമ്മടം മണ്ഡലം വികസന സംവാദ വേദിയിലെത്തിയാണ് മഹല്ല് ഭാരവാഹികൾ പള്ളിയുടെ ചിത്രം പതിച്ച ഉപഹാരം കൈമാറിയത്. 87 വയസ്സ് കഴിഞ്ഞ അസ്വഹാജിയാണ് പാറപ്പുറം ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. തലശ്ശേരി കലാപകാലത്ത് ആയുധമുയർത്തി അട്ടഹാസം മുഴക്കി സംഘപരിവാരം പള്ളിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ചിത്രം അസ്വഹാജിയുടെ ഓർമ്മയിലുണ്ട്. പള്ളി ആക്രമിക്കാനെത്തിയവരെ തടയാൻ ഒരു ഭാഗത്ത് CPIM പ്രവർത്തകർ, കലാപകാരികളെ തടയാൻ മുന്നണി പോരാളിയായി പാർട്ടി നേതാവ് പിണറായി വിജയൻ. 5.5 പതിറ്റാണ്ടിനിപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്ജിദിന് മുന്നിലെത്തിയപ്പോൾ അസ്വഹാജിയും മറ്റു മഹല്ല് ഭാരവാഹികളും ചേർന്ന് സമ്മാനിച്ചത് പള്ളിയുടെ ചിത്രമുള്ള ഉപഹാരം. നാടിന്റെ നന്മയ്ക്ക് വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാകണമെന്നാണ് അസ്വഹാജിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം കൂടി അധികാരത്തിലുള്ള വലിയ ഇതാണ്. അപ്പൊ അതാണ് 90 അടുത്ത പ്രായമുള്ള മഹല്ല് പ്രസിഡന്റ് അസ്വഹാജിയുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുപോലൊരു ഉപഹാരം സമർപ്പിക്കുന്നത്. അപ്പോൾ അക്കാലത്ത് അവരുടെ പള്ളി സംരക്ഷിക്കുന്നതിനും അവരുടെ വീടും അവരുടെ കുടുംബവും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ നേതാവാണ് പിണറായി വിജയൻ. അത് നേരിട്ട് കണ്ട് അക്കാലത്ത് ജീവിച്ച ആളാണ് അസ്വഹാജി എന്ന ഇന്നത്തെ മഹല്ല് പ്രസിഡന്റ്. അവരെല്ലാം ചേർന്ന് മുഖ്യമന്ത്രിക്ക് ഉപഹാരം സമർപ്പിക്കുകയാണ്. ഇവിടെയാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തലശ്ശേരി കലാപം തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രസ്താവന നടത്തിയ ഒരു ഘട്ടത്തിലാണ് മഹല്ല് കമ്മിറ്റി തന്നെ, അവിടുത്തെ വിശ്വാസികളായ മഹല്ല് കമ്മിറ്റി തന്നെ വിശുദ്ധ റംസാൻ മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉപഹാരം സമർപ്പിക്കുന്നത്. അവർക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അവരുടെ നാട്ടിൽ ഉണ്ടായ ഒരു കലാപ ശ്രമമാണ്. അതിനെ ചെറുത്തത് ആരാണ് എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അതേപ്പറ്റി ബഹുമാനപ്പെട്ട KT ജലീൽ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പിണറായി തീർത്ത കേരള സ്റ്റോറി. UDF നാട് ഭരിച്ച കാലം തലശ്ശേരിയെ ആദ്യത്തെ അയോധ്യയാക്കാൻ RSS തുനിഞ്ഞിറങ്ങിയ നാളുകൾ. ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്ന കിംവദന്തി ബോധപൂർവം ഒരു ചെവിയിൽ നിന്നും മറു ചെവിയിലേക്ക് പടർത്തുന്നു. തലശ്ശേരി പാറപ്പുറം പള്ളി തകർത്ത് കലാപത്തിന് തുടക്കമിടാൻ ഹിന്ദു വർഗീയവാദികൾ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് സഖാക്കളും. തെറ്റായ വാർത്തകളിൽ വഞ്ചിതരാകരുതെന്ന് അഭ്യർത്ഥിച്ച് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് വീട് വീടാന്തരം ഓടി നടന്നു. അദ്ദേഹമാണ് സഖാവ് കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ പാറപ്പുറം പള്ളിക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയത്. കലാപകാരികളിൽ നിന്ന് പള്ളി പ്രതിരോധിച്ചതും മുസ്ലിം വീടുകൾക്ക് കാവലേർപ്പെടുത്തിയതും പിണറായി വിജയൻ തന്നെയാണ്. 90 പാറപ്പുറം ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അസ്വഹാജി ഒന്നും മറന്നിട്ടില്ല. ആര് മറവിയുടെ കയത്തിലേക്ക് തലശ്ശേരി കലാപത്തെ ഇരുണ്ട ആ നാളുകളെ തള്ളിവിട്ടാലും അസ്വഹാജിക്ക് അത് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. നന്ദി കെട്ടവരുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിക്കാനും സാധിക്കില്ല. ഇന്നലെ എന്ന പോലെ അദ്ദേഹം എല്ലാം ഓർത്തെടുക്കുന്നു. അദ്ദേഹത്തിന്റെ നരച്ച താടിരോമങ്ങളിലൂടെ വിരലുകൾ പായിച്ച് അസ്വഹാജി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം അയവിറക്കുമ്പോൾ ചില തൽപര കക്ഷികൾ വികൃതമാക്കാൻ ശ്രമിക്കുന്ന ചരിത്രം ശരിയായി പുനർജനിക്കുകയാണ്. അതായത് KM ഷാജിയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശരിയായ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി പൊളിക്കാൻ സാധിക്കാത്ത അരിശം RSSകാർ തീർത്തത് സഖാവ് കുഞ്ഞിരാമന്റെ ജീവൻ എടുത്തുകൊണ്ടാണ്. അന്ന് CPIMന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള സഖാവ് കുഞ്ഞിരാമൻ എന്ന സഖാവ് ആ പള്ളിക്ക് കാവൽ നിന്നുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച സംഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 1971 ഡിസംബർ മാസം 28 മുതൽ ഒരാഴ്ചക്കാലം നീണ്ട തലശ്ശേരിയിലെ കലാപനാളുകൾ നേരിട്ട് കണ്ടവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വിരലിലെണ്ണാവുന്നവരിൽ ഒരാളാണ് അസ്വഹാജി. പിണറായി പാറപ്പുറത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുത്ത സംവാദ പരിപാടിയിൽ പാറപ്പുറം ജമാഅത്ത് പള്ളി ഭാരവാഹികൾ നൽകിയ ഉപഹാരം വറ്റാത്ത സ്നേഹത്തിന്റെ പൊലിയാത്ത സൂചകവും കൂടിയായി. അത് ഏറ്റുവാങ്ങുമ്പോൾ പിണറായി എന്ന ഉരുക്കു മനുഷ്യന്റെ മുഖത്ത് ഓർമ്മകളുടെ തിരമാലകൾ അലയടിച്ച പോലെ തോന്നി. തന്റെ ചൂണ്ടുവിരലിന്റെ അസാമാന്യ ശക്തിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തു നൽകിയ ഉശിരിലും തലശ്ശേരിയെ നെഞ്ചോട് ചേർത്തുവെച്ച് പിണറായി തീർത്ത ചരിത്രം പുതുതലമുറ അറിയേണ്ടതാണ്. RSS ആസൂത്രിതമായി നടത്തിയ ആ കലാപത്തിൽ നിരവധി മനുഷ്യർ ആക്രമിക്കപ്പെട്ടു, വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, സ്വർണവും സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. കുഞ്ഞിരാമന്റേതല്ലാത്ത ഒരു ജീവൻ പോലും അപഹരിക്കാൻ വർഗീയവാദികൾക്ക് കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് ചെറുത്തുനിൽപ്പിന്റെ കഥ പാറപ്പുറത്തെ സംവാദവേദിയിൽ മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മാംസം കടിക്കാത്തവരുടെ വായിലേക്ക് ബലാത്കാരം ബീഫ് കുത്തിക്കയറ്റുന്ന കേരളത്തെ ലോകത്താർക്കും അറിയില്ല. പള്ളി തകർക്കാൻ അവരുടെ നേർക്ക് ഈറ്റ പുലികളെ പോലെ ചാടി വീണ് ധീരന്മാരുടെ നാടാണ് കേരളം അറിയപ്പെടുന്നത്. അതായത് പള്ളി പൊളിക്കാൻ വന്നവരുടെ നേർക്ക് ഈറ്റപ്പുലികളെ പോലെ
ചാടി വീണ ധീരന്മാരുടെ നാടാണ് കേരളം എന്ന്. ഇതൊക്കെയാണ് കെ എം ഷാജി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ആരും പള്ളി സംരക്ഷിക്കാൻ കാവൽ നിന്ന് മരിക്കുകയോ ഒരു രോമത്തിന് പോറലേൽക്കുകയോ ചെയ്ത സംഭവം പറയാനില്ല. മാത്രമല്ല, പല പള്ളികളുടെയും വഖഫ് സ്വത്തുക്കൾ അപഹരിച്ചതിന്റെ പേരിൽ കേസിൽ ഉൾപ്പെട്ടത് ആണ് മുസ്ലിം ലീഗ് നേതാക്കൾ. അല്ലാതെ പള്ളി സംരക്ഷണത്തിന് കാവൽ നിന്നുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച ധീരരായ രക്തസാക്ഷികളുടെ ഈ കലാപത്തെ തടയാനുള്ള ധീരമായ ചുവടുവെപ്പ് നടത്തിയ ധീരന്മാരായ ആളുകളെ അപമാനിക്കുന്നതിൽ നിന്ന് ഇനിയെങ്കിലും കെ എം ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തിരിയണം. 1970കളുടെ തുടക്കത്തിൽ RSS കേരളത്തിൽ നടത്താൻ ശ്രമിച്ച സായുധ കലാപത്തിന്റെ തുടക്കമാണ് ഈ കലാപം, തലശ്ശേരി കലാപം. ആ കലാപത്തെ മുളയിലെ നുള്ളിക്കളയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആദ്യത്തെ വർഗീയ കലാപത്തെ ചെറുത്തത്. നിരവധിയായ സഖാക്കളുടെ ജീവനും രക്തവും കൊണ്ട് ആണ് കേരളത്തിന്റെ ഈ മതേതര സംസ്കാരത്തെ, പാരമ്പര്യത്തെ, പൈതൃകത്തെ കാത്തു സംരക്ഷിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. അത് കേരളത്തിലെ ശരിയായ മുസ്ലിം മതവിശ്വാസികൾക്കെല്ലാം ബോധ്യമുള്ളതാണ്. കെ എം ഷാജിയെ പോലെ മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മതമാണ് പ്രശ്നമെന്ന് നിരവധി തവണ ആവർത്തിച്ചു പറയുകയും മതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം നേടുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല.